വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കപ്പിൽ തിളങ്ങി കണ്ണൂർ. തൃശൂരിന് 2ാം സ്ഥാനം. 1023 പോയിന്റുമായാണ് കണ്ണൂർ 1ാം സ്ഥാനത്ത് എത്തിയത്. കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ കിരീടമാണ് ഇത്തവണ കണ്ണൂർ തിരിച്ചുപിടിച്ചത്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. നടൻ മോഹൻലാൽ ആയിരുന്നു മുഖ്യാതിഥിയായി എത്തിയത്. 1ാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് വൈകിട്ട് സമാപന സമ്മേളനത്തിൽ പ്രിയ നടൻ മോഹൻലാലാണ് സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചത്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ മനംനൊന്ത് യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് 41 മരിച്ചത്. ബസ്സിൽ വെച്ച് ദീപക് സ്പർശിച്ചുവെന്നായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ യുവതി ആരോപണം ഉന്നയിച്ചത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചു. ഷിജിൽ, കൃഷ്ണപ്രിയ എന്നിവരുടെ മകൻ ഇഹാനാണ് മരിച്ചത്. അച്ഛൻ കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷമാണ് കുഞ്ഞ് കുഴഞ്ഞു വീണത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചു. തുടർന്ന് മാതാപിതാക്കളെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ മൊഴിയിൽ ദുരൂഹതയെന്ന് പോലീസ്. ഷിജിലും കൃഷ്ണപ്രിയയുമായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായാണ് സംശയം ബലപ്പെടാൻ കാരണം. അകന്നു കഴിയുകയായിരുന്ന ഇവർ വീണ്ടും ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. വയറിൽ ക്ഷതം ഏറ്റിരുന്നതായി സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം കാര്യക്ഷമമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിസമാജം. SIT അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകി. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് രാഷ്ട്രീയ ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും അതിനാൽ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഇന്നലെ ഏറ്റുമുട്ടലിൽ 7 സൈനികർക്ക് പരിക്കേറ്റു. ഇതിൽ 3 സൈനികരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. 2-3 ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി കരുതുന്നതായും ഒരു ജെയ്ഷെ ഗ്രൂപ്പ് ഓപ്പറേഷൻ തുടരുന്നതിനിടയിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. നിലവിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.